മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പൈലറ്റ് പോകാനെത്തിയ പോലീസുകാരൻ മദ്യപനായ മധ്യവയസ്കരെ തള്ളി വീഴ്ത്തിയെന്ന് ആക്ഷേപം. വീണയാളെ മന്ത്രി ഇടപെട്ട് ആശുപത്രിയിലാക്കി. ഇന്നലെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായുണ്ട്. പ്രദീപ്, ഇപ്പോൾ മന്ത്രിയുമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ സുരക്ഷ ഒരുക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ്. മദ്യപിച്ച ആരെങ്കിലും പെട്ടെന്ന് മന്ത്രിയുടെ അടുത്തേക്ക് വന്നാൽ ചിലപ്പോൾ കൈകൊണ്ട് തടഞ്ഞു നിർത്താൻ സാധ്യതയുണ്ട്. അദ്ദേഹം സമനിലയില്ലെങ്കിൽ തെറ്റി വീഴാനും ഇടയുണ്ട്. ഇത് അങ്ങനെ സംഭവിച്ചാണോ അതോ പോലീസ്? അതെ. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടന്നത്. കൊച്ചുവേളി മംഗളൂരു എക്സ്പ്രസിലാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി രാത്രി 9 മണിയോടെ ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. വടക്കേക്കര പോലീസ് സ്റ്റേഷനിലെ ഒരു ജീപ്പും ഉദ്യോഗസ്ഥരുമാണ് മന്ത്രിക്ക് പൈലറ്റ് പോകാൻ വേണ്ടി എത്തിയത്. മന്ത്രി വരുന്നതിന് മുന്നേ മദ്യപിച്ച് ആടിക്കൊഴിഞ്ഞ നിലയിൽ ഒരു മധ്യവയസ്കൻ റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ തുടങ്ങുന്നത് പോലീസുകാരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ സമയം പോലീസുകാരൻ ഇയാളെ തള്ളിമാറ്റി. ഇയാൾ വീണ്ടും എഴുന്നേറ്റ് വീണ്ടും മുന്നോട്ട് വന്ന പ്ലാറ്റ്ഫോമിലേക്ക് ബലമായി കയറാൻ ശ്രമിച്ചു. അപ്പോൾ വീണ്ടും പോലീസുകാരൻ ഇയാളെ തള്ളിമാറ്റി. ഇങ്ങനെ രണ്ടാമത് തള്ളിയപ്പോൾ ഇയാൾ മലർന്നടിച്ച് വീണു. ശരീരത്തിൽ നിന്ന് രക്തമൊഴുകി. ഇതോടുകൂടിയാണ് അവിടെ ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരും മറ്റുമെത്തി ഇയാളെ ആശുപത്രിയിലാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. മന്ത്രിയെ കാത്തുനിന്ന പോലീസ് ജീപ്പ് ആദ്യം അദ്ദേഹത്തെ ആശുപത്രിയിലാക്കാൻ തയ്യാറായില്ല. പിന്നീട് വൈകാതെ തന്നെ മന്ത്രി വരികയും ചെയ്തു. മന്ത്രി ഇറങ്ങി വന്നപ്പോൾ ഈ ടാക്സി ഡ്രൈവർമാരും അവിടെ ഉണ്ടായിരുന്ന ആളുകളുമൊക്കെ മന്ത്രിയോട് ഇക്കാര്യം സൂചിപ്പിച്ചു. പോലീസ് വാഹനത്തിൽ ഇയാളെ ആശുപത്രിയിലാക്കാത്തതിനെ തുടർന്ന് നേരിയ ബഹളമുണ്ടായി. പിന്നീട് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പൈലറ്റ് വാഹനത്തിൽ തന്നെ ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ആളുടെ നില ഗുരുതരമൊന്നുമല്ല. ദിവിഷ് സൂചിപ്പിച്ചതുപോലെ മന്ത്രിക്ക് സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ് പൈലറ്റ് പോകുന്ന അല്ലെങ്കിൽ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇയാൾ പ്ലാറ്റ്ഫോമിലേക്ക് കയറി മന്ത്രി വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുമോ എന്നുള്ള ആശങ്ക കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇയാളെ തള്ളി മാറ്റിയത്. അതല്ലെങ്കിൽ മദ്യപിച്ചിരുന്ന അവസ്ഥയിലായതുകൊണ്ട് തന്നെ മറ്റ് യാത്രക്കാർക്കാർക്കും ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ആയിരിക്കാം പോലീസുകാരൻ തള്ളി മാറ്റിയത്. എന്തായിരുന്നാലും ആ തള്ളലിൻ്റെ ശക്തിയിൽ ഇയാൾ നിലത്ത് വീണുകയും ചോര ഒലിക്കുകയും ചെയ്തു. അതാണ് ഒരു പ്രതിഷേധത്തിനും ബഹളത്തിനുമൊക്കെ കാരണമായി മാറിയത്.